അവന്റെ അവിടെ കോപ്രായം കാണുമ്പോഴേ എനിക്കങ്ങ് ചൊറിഞ്ഞു കേറുക അങ്ങ്. കല്യാണം കഴിച്ചെങ്കിൽ പോട്ടെന്ന് വെക്കാം. അവളെ ഒരുക്കിക്കൊണ്ട് വരാൻ പോയതാണോ ആ സ്നേഹ കാമുകൻ? മുതലാളിയെ പുളിച്ചങ്ങ് പതഞ്ഞങ്ങ് പൊങ്ങി. അല്ല, മഹാനടിയായ തള്ള അങ്ങ് ചത്ത്, മഹാനടനായ തന്ത കൊണ്ട് തളർന്നു കിടക്കുന്നു. പിന്നെ അവക്കങ്ങ് സൂചിച്ചുകൂടായോ? അയ്യോ പുണ്യാളെത്തി, നിങ്ങളുടെ ഈ തൊലിഞ്ഞ സ്വഭാവം കൊണ്ടാണല്ലോ ഇപ്പൊ 5ാമത്തെ ഭർത്താവിന്റെ കൂടെ പൊറുതിയായത്. അതിനെ നീ ഒരു വലി വെച്ചോട്. തന്നെ ഇരുന്നങ്ങ് വലിച്ചാ മതി. അല്ല അവിടെ തന്ത തളർന്നു കിടന്നിട്ടേ. ആ ഞാനും കേട്ട്. തളർന്നു കിടന്നാലെന്താ, അങ്ങനെയുടെ നാക്കിന് യാതൊരു കുഴപ്പമില്ല. എനിക്കതല്ല, ആ ശങ്കറും മാലതിയും ചെയ്ത വേഷവേ അവിടെ മോളും കാമുകനും കൂടി ചെയ്യുന്ന കാണുമ്പോൾ എനിക്ക് കാലി കയറി വരുക. ആ റിഹേഴ്സല് കണ്ടപ്പോ തന്നെ മനസ്സിലായി. ഇനി 4 ആള് കൂടുന്നിടത്ത് കെട്ടിപ്പിടി ഒന്ന് കാണാനുള്ളത് തന്നെ. നിന്റെയൊക്കെ പ്രാക്ക് കാരണമാ പാവം മാലതി ചേച്ചി മരിച്ചത്. പാവം ശങ്കർ സാറും തളർന്ന് ജീവച്ഛവമായി കിടക്കുന്നു. ഓ ഇനി അത് പറ. നാടാൻ കഴിഞ്ഞാലേ ക്യാമ്പിൽ കിടക്കണം, പാരാത്രിക്ക് വീട്ടിലോട്ട് കെട്ടിയെടുത്ത്. പുളിച്ചങ്ങ് പതഞ്ഞങ്ങ് പൊങ്ങി. എനിക്കെന്റെ കലിയെല്ലാം കൂടി അങ്ങ് കേറി വരികയാ. പോയി വിളിച്ചോണ്ട് വേടാ അവന്റെ പുളിയും പതയും. ആ ബാ മക്കളെ ബാ. ഈ സീറ്റ് മോടെ അമ്മ ഇരുന്നതാ, ഇതിനി മോക്കുള്ളതാ. പൊങ്ങിയല്ലോ. വല്ലം പറഞ്ഞോടാ. ഓട്ടിയെടു. ഇതുപോലൊരു നശിച്ച പട്ടി കാരണമാ ഇറങ്ങിക്കോ ക്യാമ്പെത്തി. ശങ്കറെ, നാളെ നേരത്തെ എത്തണം കേട്ടോ. എത്താൻ ചേട്ടാ. ഇത് പോടെ ഇടുന്ന്. ഇവിടെ ഒരു കാര്യം. എന്തിനാ കൂട്ടപ്പാ? ആ പൊങ്ങിയല്ലോ. മലതി പോവാം. ആ എങ്കിൽ പോവാം. അല്ല ഒന്ന് മയങ്ങിട്ട് പോയാ പോരെ? പറ്റില്ല ബാസി, ഇപ്പൊ തന്നെ നേരം വെളുക്കാറായി. രാവിലെ 7 മണിക്ക് തന്നെ മോന്റെ ഓപ്പറേഷന് പണം കെട്ടാനുള്ളയോ? അവനൊന്ന് സംസാരിച്ചിട്ട് കണ്ണടച്ചാ മതിയായിരുന്നു. അതെ, കേറ്. ശരി വാസി. എന്നാ പോറ്റേടി സന്ധ്യയെ. നടക്കട്ടെ എന്റെയൊക്കെ ഭാഗ്യം. പാരാത്രിക്ക് ഇനി എന്തു വേണ. ഓ അയ്യോ എന്ത് പറ്റി? പതിവില്ലാതെ കണ്ണടഞ്ഞു വരുന്നു. കുറച്ച് വെള്ളം ചെന്നേ. ഷുഗർ കൂടിയാന്ന് തോന്നുന്നു. ഷുഗറിന്റെ ഗുളിക കഴിച്ചില്ലായിരുന്നോ ചേട്ടാ? രാജീവിന്റെ ശ്രീകുട്ടിയുടെ കാര്യം എങ്ങനെയാ? നമുക്ക് അവരുടെ വീട് വരെ പോണം. എപ്പോഴാടോ സമയം? ആ സീസൺ ഒന്ന് കഴിയട്ടെ. ആ നീ കയറ്. കേറി. ആ കേറി.
പെട്ടെന്ന് ഹോസ്പിറ്റലിൽ പോകാനുള്ളതല്ലേ? മാലതി, മാലതി, മാലതി. അവള് ഞങ്ങളെ തനിച്ചാക്കി പോയി അല്ലേ ബാസി? നമ്മുടെ മോൻ ഇനി എങ്ങനെ സംസാരിക്കും മാലതി? ഇത്രയും നാൾ രാവു പകലാക്കി കഷ്ടപ്പെട്ടതെല്ലാം വെറുതെ ആയല്ലോ. ശങ്കർജി, കുഞ്ഞുങ്ങളെ വിഷമിപ്പിക്കല്ലേ. ദൈവമേ, എന്റെ ശബ്ദം നീ എടുത്തിട്ട് എന്റെ കുഞ്ഞിനെ നീ മിണ്ടിച്ചില്ലല്ലോ. ഇനി ഈ ജന്മം എനിക്ക് കട്ടിലേന്ന് എഴുന്നേക്കാൻ കഴിയില്ല. മരുന്ന് കഴിക്കുമ്പോൾ അതെല്ലാം മാറും. ശങ്കർജി, ആ ഡോക്ടർ നല്ലവനാ. ഒരു മേജർ ഓപ്പറേഷൻ ചെയ്താൽ എഴുന്നേറ്റ് നടക്കാൻ കഴിയുമെന്നാ ആ ഡോക്ടർ പറയുന്നത്. സഹായാഭ്യർത്ഥന നടത്തി. ഇതിലും ഭേദം എന്നെ എങ്ങ് കൊല്ലുന്നതായിരുന്നു നല്ലത്. അത് ഞങ്ങൾ കൂട്ടിയ കൂടില്ല. കഴിഞ്ഞു. ഇനി അതിന്റെ പ്ലാൻ? എനിക്കറിയാം രാജീവേണ്ട അവസ്ഥ. ഞങ്ങൾക്ക് ഞങ്ങളുടെ അമ്മയെ നഷ്ടമായി. തളർന്നു നടക്കുന്ന അച്ഛനെങ്കിലും ഞങ്ങൾക്ക് വേണം. അതുകൊണ്ട് അച്ഛൻ്റെ കാര്യം നോക്കണം, അനിയൻ കുഞ്ഞിനെ നോക്കണം. നിന്നോടൊത്തൊരു ജീവിതം സ്വപ്നം കണ്ടവനാ ഞാൻ. 3 മാസം കഴിയുമ്പോൾ എനിക്ക് സ്ഥലം മാറ്റമാണ്, കാസർഗോഡേക്ക്. അതെയോ? അവിടെ സ്ഥിര നിയമനമാണ് കേട്ടാ? അതെ, അവിടെ എൻ്റെ അമ്മ വീടുണ്ട്, അങ്ങോട്ട് താമസം മാറണം. എൻ്റെ ജീവിതം രാപ്പകൽ ഉറക്കം ഒഴിഞ്ഞിരുന്ന് നോക്കുന്നുണ്ടാക്കളെ. നമ്മൾ പറഞ്ഞ കാര്യം എന്തായി? ഞാൻ ഈ അവസ്ഥയിൽ എങ്ങനെയാ ഞങ്ങളെ അഭിനയിക്കുന്നേ? എന്താ കാര്യം? അതെ, ഞാൻ പറയാം. 1 2 അകത്ത് കിടക്കുന്ന ശങ്കർ 5 ലക്ഷം രൂപ എണ്ണി മേടിച്ചത്. എത്രയാ? 5 ലക്ഷം. അഭിനയിക്കാൻ ആളിനെ കിട്ടുന്നില്ല. അതിന് അമ്മയ്ക്ക് പകരം മോൾ അഭിനയിക്കട്ടെ. ഇപ്പൊ തന്നെ എത്ര നാടകം മുടങ്ങിയെന്നറിയോ? അതെ, അതുകൊണ്ട് ഞങ്ങൾ എല്ലാം പട്ടിണിയില്ല, ഇല്ലേ മലയാളി? നിങ്ങളൊന്ന് പോയേ, മേലെ ഈ കാര്യം പറഞ്ഞിട്ട് വന്നേക്കരുത്. എന്നാൽ അവര് മേടിച്ച കാശ് താഴെ എനിക്കെന്താണ് എത്ര ഉറക്കം? എനിക്കെന്താ പണി?
മാർഗേ ഏട്ടാ, എന്താണ് പാവത്തെ ഇങ്ങനെ ഉപദ്രവിക്കുന്നേ? രാത്രി മുഴുവൻ ഉറക്കൊഴിഞ്ഞ എന്റെ അച്ഛനെ നോക്കുമായിരുന്നു എന്റെ കുഞ്ഞ്, അറിയോ? കളിച്ചു നടക്കേണ്ട പ്രായത്തിൽ ദൈവം അവന് ഈ വിധി കൊടുത്തല്ലോ. സോറി, ഞാൻ പോകുന്നു. രാജുവേട്ടാ, കുത്തി വലിക്കുന്ന വേദനയാ ബാസി. എന്റെ കുഞ്ഞുങ്ങൾ ആരുടെയൊക്കെ ആട്ടും തുപ്പും കേൾക്കണം? അല്ല, അത് രാജീവിന്റെ തെറ്റല്ല. അയ്യോ, മരണവേദന എടുക്കുന്നേ. മോർണിംഗ് വാ. വേദന കൂടുതലാണെന്ന് പറയുമ്പോൾ ഇതിൽ നിന്നൊരു ഗുളിക എടുത്ത് അച്ഛന് കൊടുക്കണം കേട്ടോ. ഉറക്ക ഗുളികയാ, തൽക്കാലം ഇതേ ഉള്ളൂ മാർഗം. ബാസ്യങ്ങളെ, ഓ, എന്താ മോളെ? ഞങ്ങളെ കരുതി ഇനി നിങ്ങൾ വിഷമിക്കണ്ട. അച്ഛനും അമ്മയും ചെയ്ത വേഷം ഞാൻ രാജുവേട്ടനോട് ചെയ്തോളാം. നേരാണോ കേൾക്കുന്നേ തമ്പുരാനെ? മുതലാളി, താല്പര്യമൊന്നും ഉണ്ടായിട്ടില്ല. ഞങ്ങൾ വന്നിട്ട് നിനക്കൊരു ബുദ്ധിമുട്ടുണ്ടാവല്ലോ ചേട്ടാ. ഓ, സമാധാനമായി. ഇന്ന് തന്നെ റിഹേഴ്സൽ തുടങ്ങിയേക്കാം. പറഞ്ഞോ, അഡ്വാൻസ് എത്ര വേണ്ടേ? അയ്യോ, തന്നു തന്നെ ധാരാളം, മതിയേ. എന്നാ പിന്നെ ആയിക്കോട്ടെ, വാടാ. പൊളിച്ച് പതച്ച് പൊങ്ങി. അങ്കിളെ, അമ്മ സമ്മതിക്കും, പക്ഷെ അച്ഛൻ... കുഴപ്പമില്ല മോളെ, എല്ലാം ഞാൻ ഏറ്റു. ഞാൻ പറയുന്നതായിട്ട് നീ വിഷമിക്കരുത്. എന്താ ഏട്ടാ? ഞാൻ ഡോക്ടറെ കണ്ടിരുന്നു. എന്നിട്ട് ഡോക്ടർ പറയുന്നത് 40 ലക്ഷം രൂപ മുടക്കി ചികിത്സിച്ചിട്ട് കാര്യമില്ലെന്നാണ്. രാജീവേട്ടാ, എന്തായി പറയുന്നേ? ബാസി ഞങ്ങൾ അങ്ങനെയൊന്നും അല്ലല്ലോ പറഞ്ഞത്. എന്നാ നീ ബാസിയെങ്കിൽ പറഞ്ഞ കേട്ടോ. രാജീവേട്ടാ, അല്ല പിന്നെ വല്ല വിധേനെ ആൾ എഴുന്നേറ്റ് നടന്നാൽ നമുക്ക് എവിടെയെങ്കിലും പോയി സുഖമായിട്ട് ജീവിക്കാന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞത്. അതിപ്പോ എന്റെ തെറ്റായോ? പകുതി ജീവൻ നഷ്ടപ്പെട്ട ആ മനുഷ്യൻ ഇങ്ങനെ കിടക്കുന്നതിലും ഭേദം അദ്ദേഹം മരിക്കുന്നതാണ്. രാജീവേട്ടാ, ഈ കണക്കിന് കല്യാണം കഴിഞ്ഞാ എനിക്കാണ് ഈ അവസ്ഥയെങ്കിലോ? ഒന്ന് നീ ഓർത്തോ, എനിക്ക് നീ നഷ്ടപ്പെട്ട അന്ന് ഞാൻ തീരും. അനിയ കുഞ്ഞെ, അച്ഛന് മരുന്ന് കൊടുത്തോ? മരുന്നൊക്കെ തന്നു. എന്റെ കുട്ടി ഇനി വാ. ഇന്നേ നാൾ വരെ എന്റെ കുട്ടിയുടെ ഒരാഗ്രഹത്തിനും അച്ഛൻ തടസ്സം നിന്നിട്ടില്ല. അച്ഛനെല്ലാം കേട്ടു മോളെ. അവനെ കുറ്റം പറയാൻ കഴിയില്ല. അവന്റെ സ്ഥാനത്ത് ഞാനാണെങ്കിലും ഇങ്ങനെയൊക്കെ പറയൂ. ഇല്ലച്ച, എല്ലാത്തിലും വലുത് എനിക്ക് അച്ഛനാ. മക്കൾ അച്ഛനൊരു വാക്ക് തരണം. അച്ഛൻ മരിച്ചാലും സമിതിക്കൊരു ബുദ്ധിമുട്ടുണ്ടാക്കരുത്. അച്ഛാ, എങ്കിൽ വാക്കുതാ. അച്ഛൻ പറയുന്ന പോലെ ഞാൻ അനുസരിച്ചോളാം. വാക്ക്. അല്ല, എന്താണ് അച്ഛനും മോളും തമ്മിൽ? ആ, ബാസിയോ, ഇരിക്ക്. നാടകത്തിന്റെ ഓരോ കാര്യങ്ങൾ പറയുകയായിരുന്നു. ആ, പിന്നെ അക്കൗണ്ടിൽ 80 ലക്ഷം കഴിഞ്ഞു. ബാസി, നീ എനിക്കൊരു ഗുരുദക്ഷിണ തരണം. എന്താണ്? നീ ബാങ്ക് മാനേജറെ പോയെന്ന് കാണണം. എൻ്റെ അക്കൗണ്ടിൽ എത്ര പണമുണ്ടെങ്കിലും അത് എൻ്റെ 2 മക്കളുടെ പേരിലും തുല്യമായിട്ടിടണം. അല്ല, അതെങ്ങനെയാ? 1 മാസം കഴിയുമ്പോൾ ഓപ്പറേഷൻ അല്ലേ? ഞാൻ പറയുന്നത് ചെയ്യാൻ പറ്റുമോ നിനക്ക്? ആ, ചെയ്യാം. എന്നാൽ ഇപ്പൊ തന്നെ ചെല്ല്. ചായ കുടിക്കേണ്ടവർക്കൊക്കെ ചായ കുടിക്കാം. ശ്രീകുട്ടി, എഴുന്നേര് വാ, ചായ കുടിക്കാം.
നീ അനുവാദം കൊടുത്തല്ലോ. നമുക്ക് പോകണ്ടേ അവിടെ നാടകം കാണാൻ? പോണം, പോകണം. അനിയൻ കുഞ്ഞേ, അനിയൻ കുഞ്ഞേ. അച്ഛനൊരു ചക്കരയും വന്നു. അച്ഛന് വേദന സഹിക്കുന്നില്ല. ഇതുകൊണ്ടൊന്നും ആവത്തില്ലട മോനെ. അച്ഛന്റെ വേദന മാറണമെങ്കിൽ ആ ഗുളിക മുഴുവൻ കഴിക്കണം. ഓ, പാസി അങ്ങനൊക്കെ പറയും. മോൻ അച്ഛന്റെ വേദന കാണണോ? അത് മുഴുവൻ അച്ഛനതാ.